ബി.ജെ.പിയിലെ തമ്മിൽ തല്ല് മറനീക്കി പുറത്തു വരികയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരമാണിപ്പോൾ തമ്മിൽ തല്ലിലേക്ക് എത്തി നിൽക്കുന്നത്. മോദിയുടെയും അമിത്ഷായുടെയും തട്ടകത്തിലാണ് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഗുജറാത്തിലെ സൂറത്ത് ബി.ജെ.പി അധ്യക്ഷനാകാനുള്ള തെരഞ്ഞെടുപ്പിൽ 70 നേതാക്കളാണ് ഈ സ്ഥാനത്തിലേക്ക് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലൊന്നായ സൂറത്തിലാണ് ഭരണകക്ഷി പാർട്ടിയുടെ തലവനാകാനുള്ള പോര് കടുക്കുന്നത്. സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷൻ നിയോഗിച്ച 4-അംഗ സമിതിയാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത്. നിലവിലെ സൂറത്ത് സിറ്റി ബി.ജെ.പി അധ്യക്ഷൻ നിരഞ്ജൻ സഞ്ജ്മേറ വീണ്ടും മത്സരരംഗത്തുണ്ട്. 2020 നവംബറിൽ നിയമിതനായ നിരഞ്ജൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി ഗുജറാത്ത് അധ്യക്ഷനുമായ സി.ആർ. പട്ടേലിന്റെ വിശ്വസ്തനാണ്. സൂറത്ത് മേയർ കൂടിയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ സ്ഥാനമോഹികളായ 70ഓളം പേരാണ് മത്സരരംഗത്തുള്ളത്. പലരെയും സ്വാധീനിക്കാനും അതുപോലെ ഭീഷണിപ്പെടുത്താനും ഒക്കെയുള്ള സാധ്യതകൾ സൂറത്തിലുണ്ട്. സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി.ജെ.പി നടത്തുന്നത്. കാരണം ഗുജറാത്ത് പോലുള്ള സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ദേശീയ തലത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന്റെ കൈവിട്ട് പോകുമെന്ന അവസ്ഥയാണ് ഗുജറാത്തിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി ഗുജറാത്തിൽ കാണാമെന്നുള്ള രാഹുലിന്റെ വാക്കുകൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതും ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. അതൃപ്തർ എങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നതും ബി.ജെ.പിക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. 70 പേർ മത്സര രംഗത്ത് വന്നപ്പോൾ തന്നെ സംസ്ഥാന ബി.ജെ.പി നേതൃത്വത്തിന്റെ കണ്ണ് തള്ളിയിട്ടുണ്ട്. 4-5 പേരെ മാത്രമാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെയെങ്കിൽ ചില നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ട് മത്സരം സംസ്ഥാന നേതൃത്വത്തിന് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ആ കണക്ക് കൂട്ടലുകളാണ് ഇപ്പോൾ തെറ്റിയിരിക്കുന്നത്. ഇത്രയും പേരെ അനുനയിപ്പിക്കാൻ എങ്ങനെ സാധിക്കുമെന്നത് മനസ്സിലാവാതെ നട്ടം തിരിയുകയാണ് ഗുജറാത്തിലെ ബി.ജെ.പി നേതൃത്വം.